السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സൂറ ആൽ ഇംറാൻ 49 അല്ലേ കഴിഞ്ഞത്? അപ്പൊ ഇനി 50 ആയിരിക്കല്ലോ അടുത്ത്. أعوذ بالله من الشيطان الرجيم ومصدقا لما بين يدي من التوراة وأحل لكم بعض الذي حرم عليكم ومصدقا لما بين يدي من التوراة وأحل لكم بعض الذي حرم عليكم وجئتكم بآية من ربكم فاتقوا الله وأطيعون. ഒന്നുകൂടി ഓതി വെക്കാം. ومصدقا لما بين يدي من التوراة ولأحل لكم بعض الذي حرم عليكم وجئتكم بآية من ربكم فاتقوا الله وأطيعون. مصدقا ശരിവെക്കുന്നവനായും ലിമാ ബൈന യദയ്യ എന്റെ മുമ്പിലുള്ളതിനെ മിനത് തൗറാത്ത് തൗറാത്തിൽ നിന്ന് വലി ഉഹില്ല ഹലാലാക്കി തരാനും ലക്കും നിങ്ങൾക്ക് ബഅ്ള ചിലത് അല്ലദീ ഹുരിമ ഹറാമാക്കപ്പെട്ട അലൈക്കും നിങ്ങൾക്ക് വജിഅ്തുക്കും ജാഅ വന്നു വജിഅ്തുക്കും ജിഅ്തു എന്ന് പറഞ്ഞാൽ ഞാൻ വന്നു വജിഅ്തുക്കും ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു ബി ആയ തെളിവുമായി മിർ റബ്ബിക്കും നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള ഫത്തഖൂ അതിനാൽ നിങ്ങൾ സൂക്ഷിക്കുക അല്ലാഹുവിനെ വഅതിഊൻ ഇതാഅത്ത് എന്ന് പറഞ്ഞാൽ അനുസരണം എന്നെ അനുസരിക്കുകയും ചെയ്യുക. ഇന്നല്ലാഹ റബ്ബി വറബ്ബുകും ഫഅബ്ദൂ ഹാദാ സിറാത്തും മുസ്തഖീം. അങ്ങനെ ഇന്നല്ലാഹ റബ്ബി വറബ്ബുകും ഫഅബ്ദൂ ഹാദാ സിറാത്തും മുസ്തഖീം. ഇന്നല്ലാഹ നിശ്ചയമായിട്ടും അല്ലാഹു റബ്ബി എന്റെ നാഥനാണ് വറബ്ബുക്കും നിങ്ങളുടെയും നാഥനാണ്. ഫഅബ്ദൂ അതിനാൽ അവന് മാത്രം വഴിപ്പെടുക. ഹാദാ ഇത് അല്ലെങ്കിൽ ഇതാണ് സിറാത്തും മുസ്തഖീം നേരായ മാർഗം ഇതാണ്. ഓക്കെ. فلما أحس عيسى منهم الكفر قال من أنصاري إلى الله قال الحواريون نحن أنصار الله آمنا بالله واشهد بأننا مسلمون. فلما أحس عيسى منهم الكفر قال من أنصاري إلى الله قال الحواريون نحن أنصار
അൻസാറുല്ലാഹി ആമന്നാ ബില്ലാഹി വശ്ഹദ് ബിഅന്നാ മുസ്ലിമൂൻ. ഫലമ്മ അഹസ്സ, ബോധ്യമായപ്പോൾ, ഈസ തന്നെ, മിൻഹും, അവരിൽ നിന്ന്, മിൻകും, നിങ്ങളിൽ നിന്ന്, മിൻഹും, അവരിൽ നിന്ന്, അൽ കുഫ്ർ, സത്യനിഷേധം ബോധ്യമായപ്പോൾ, ഖാല, അദ്ദേഹം ചോദിച്ചു, ഖാല, പറഞ്ഞു, ചോദിച്ചു, പ്രാർത്ഥിച്ചു, പ്രഖ്യാപിച്ചു. അതിന്റെ ശേഷം ആരോട്, എന്ത് എന്നതിനനുസരിച്ചാണ് ഇതിന്റെ അർത്ഥം പറയാം. മൻ, ആര്, ആരുണ്ട്, അൻസ്വാരി, എന്റെ സഹായികളായിട്ട്, ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക്, അള്ളാഹുവിനോട്. ഖാലൽ ഹവാരിയൂന, ഹവാരികൾ പറഞ്ഞു, നഹ്നു, ഞങ്ങൾ, അൻസാറുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായികളാണ്, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ബില്ലാ, അള്ളാഹുവിൽ, വശ്ഹദ്, താങ്കൾ സാക്ഷ്യം വഹിച്ചാലും, ബിഅന്നാ മുസ്ലിമൂൻ, നിശ്ചയമായും ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് താങ്കൾ സാക്ഷ്യം വഹിച്ചാലും. അങ്ങനെയൊക്കെയാണ് ഈ പറയുന്നത്. ഇനി അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാം. ഇപ്പൊ 49-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, ഇസ്രായേൽ മക്കളിലേക്ക് ദൂതനായി നിയോഗിക്കും. അവൻ പറയും, ഞാൻ നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള തെളിവുമായാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്കായി കളിമണ്ണുകൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കും. പിന്നെ ഞാൻ അതിൽ ഊതിയാൽ അള്ളാഹുവിന്റെ അനുമതിയോടെ അതൊരു പക്ഷിയായി തീരും. ജന്മനാ കണ്ണില്ലാത്തവനെയും പാണ്ഡുരോഗിയെയും ഞാൻ സുഖപ്പെടുത്തും. അള്ളാഹുവിന്റെ ഹിതമനുസരിച്ച് മരിച്ചവരെ ജീവിപ്പിക്കും. നിങ്ങൾ തിന്നുന്നത് എന്തെന്നും വീടുകളിൽ സൂക്ഷിച്ചു വെച്ചത് ഏതൊക്കെയെന്നും ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരും. തീർച്ചയായും അതിലെല്ലാം നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്, നിങ്ങൾ വിശ്വാസികൾ ആണെങ്കിൽ. അപ്പൊ അതിന്റെ ശേഷമാണ് ഈ 50-ാമത്തെ ആയത്ത് വരുന്നത്. അപ്പൊ അത് നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും. യെസ്, ഇസ്രായേലിലാണല്ലോ ദൂതന്മാർ പുതിയതായിട്ടുണ്ടായി, അന്നത്തെ മുസ്ലിങ്ങളാണ്. അപ്പൊ നമ്മൾ പണ്ട് പഠിച്ചിരുന്നു, ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് നബിയാണ് ഇസ്രായേൽ എന്ന പേരുള്ള നബി. ആ യാക്കൂബ് നബിയുടെ മക്കളാണ് ഇസ്രായേലികൾ. ആ യാക്കൂബ് നബിക്ക് 12 മക്കളായിരുന്നു. അതുകൊണ്ട് ഇസ്രായേലികൾ 12 ഗോത്രമായി വളർന്നു. ആ ഗോത്രങ്ങൾ തമ്മിൽ കിടമത്സരങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രബലമായ ഒരു വിഭാഗം യഹൂദ എന്നതായിരുന്നു. അങ്ങനെ അവരുടെ മേൽക്കൈയിലാണ് പിന്നീട് യഹൂദികൾ എന്ന നിലക്ക് മൊത്തത്തിൽ തന്നെ എല്ലാവരെയും കുറിച്ച് പറയാൻ തുടങ്ങിയത്. ഈ യഹൂദ സമൂഹത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഈസാ അലൈഹി സ്വലാം വരുന്നത്. ഈസാ അലൈഹി സ്വലാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് യഹൂദ പുരോഹിതന്മാരോടും അവരുടെ പണ്ഡിതന്മാരോടുമാണ്. അപ്പൊ ഞാൻ ഇസ്രായേൽ സമൂഹത്തിലേക്ക് അയക്കപ്പെട്ട ദൂതനാണ് എന്നാണ് ഈസാ അലൈഹിസ്സലാം പറഞ്ഞത്. അഥവാ യേശു ഇസ്രായേലിലേക്ക് വന്നിട്ടുള്ള പ്രവാചകനാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. അങ്ങനെ വന്ന് അദ്ദേഹം ചില പ്രത്യേകമായ മുഅ്ജിസത്തുകളൊക്കെ കാണിച്ചു. ആ മുഅ്ജിസത്തുകളൊക്കെ കാണിച്ചിട്ട് അദ്ദേഹത്തിന് വേണമായിരുന്നെങ്കിൽ ഒരു പുതിയ ഒരു 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 ദീനും ഒരു പുതിയ സമ്പ്രദായവും ഒക്കെ ഉണ്ടാക്കി അതിന്റെ ഒരാളായി അങ്ങനെ പോകാമായിരുന്നു. ആ കാണിച്ചു കൂട്ടിയ അത്ഭുതങ്ങളൊക്കെ എൻ്റെ അടുത്തു നിന്നുണ്ടായതാണ് എന്ന് പറയാമായിരുന്നു. പക്ഷെ അങ്ങനൊന്നും പറയില്ല കേട്ടോ. കാരണം എന്താന്ന് ചോദിച്ചാൽ അള്ളാന്റെ ദൂതനാണ്. അള്ളാന്റെ ദൂതൻ എന്ന് പറയുന്ന ഒരു
ആ ഒരു സ്റ്റാറ്റസ് അതിന് നിരക്കുന്നതല്ല അത്തരം അവകാശവാദങ്ങൾ. അതൊക്കെ നമ്മളെ പോലുള്ള ചില ആൾക്കാർ ചെയ്യുന്ന പരിപാടിയാണ്. ചില ഉമ്മമാരൊക്കെ ചെയ്യും. ഉമ്മമാര് അങ്ങനല്ല. അതെന്താന്ന് വെച്ചാല് ചിലപ്പോ മക്കള് എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ പറഞ്ഞു കേൾക്കാതെ നിൽക്കുമ്പോ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ എന്നിട്ട് ഓന്റെ കച്ചവടവും നഷ്ടത്തിലായി ഉണ്ടാവും. അതും ഈ പറഞ്ഞേക്കാത്തും തമ്മിൽ ചിലപ്പം ബന്ധമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഉമ്മ ഒരു വെയിറ്റിൽ ഇങ്ങനെ പറയുന്നത് അത് ഇന്നോട് കളിച്ചിട്ടാണ്. മനസ്സിലായേ? ഇന്നോട് കളിച്ചു. അത് ഉമ്മാര് മാത്രല്ല, നിങ്ങൾക്കൊരു സമാധാനത്തിന് പറയാം, പാപ്പാരും എന്ത് പറയും, ചിലപ്പോ പറയും ഞാന് അല്ലേ, ഞാന് പറഞ്ഞ വഴിക്കല്ലല്ലോ നിന്നത്. അപ്പൊ പിന്നെ അതങ്ങനെ ആവും. അങ്ങനെ ആവും? ഓനെന്തോ ശ്രദ്ധക്കുറവുകൊണ്ടാണ് എന്തായിട്ടുണ്ടാകുക, അത് പോയിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ ഒരു ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം മനുഷ്യ സഹജമാണ്. ഞാനാണ് അത് ഉമ്മയും വാപ്പയൊന്നല്ലാതെ ചിലപ്പോ ചില ആൾക്കാര് സ്വന്തം നിലക്കും എന്താവും, പൊതുസമൂഹത്തിലും പറയും എന്നോട് കളിച്ചങ്ങണ്ടല്ലോ. അപ്പോ പക്ഷെ പ്രവാചകന്മാർ അതിൽ നിന്ന് വിശുദ്ധരായിരുന്നു. അപ്പൊ ഇവിടെ കാണിച്ച ഒരു കാര്യവും എന്റെ കഴിവാണ് എന്ന് ഈസാ നബി പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ല. ബീദിനില്ല, അങ്ങനെയാണ് പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരിച്ചന്ന് തന്നെ ഗ്രഹണം ഉണ്ടായി, സൂര്യഗ്രഹണം ഉണ്ടായി. അപ്പോ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, മുഹമ്മദിന്റെ മകന്റെ വിയോഗത്തിൽ ആകാശലോകം എന്താക്കി, ദുഃഖിച്ചു. മൊത്തം പ്രപഞ്ചത്തിന്റെ ഘടന തന്നെ തെറ്റിപ്പോയല്ലോ എന്ന്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നബിയാണ് എന്ന് ആൾക്കാരോട് പറയും. പലരും എന്ത് നബി എന്ന് ചോദിക്കുകയും അവിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അന്നേരം നബി ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ കുറെ ആൾക്കാർക്ക് തോന്നും, ഭയങ്കര സംഭവമാണല്ലോ, അപ്പൊ എന്നാ പിന്നെ എന്ന് തോന്നുമല്ലോ, എന്നാ ആ ചാൻസ് അങ്ങ് മുതലാക്കി കളയാം എന്ന് നബി വിചാരിച്ചില്ല. നബി ഉടനെ മിമ്പർമ കയറിയിട്ട് പറഞ്ഞു, എന്തു പറഞ്ഞു, ഈ ജാതി പ്രപഞ്ചത്തിൽ നടക്കുന്ന സംഗതികളും ആരുടെയെങ്കിലും ജനനവും മരണവുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ഉള്ള ഒരു ശ്രമം ഒരു നബിയും നടത്തിയില്ല. അത് വേറൊരു സംഗതിയാണ്, ഇത് വേറൊരു സംഗതിയാണ്. ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിസ്കരിക്കുക, അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളുടെ കഴിവോ നമ്മളുടെ ഇടപെടലോ ഇല്ലാതെ നടക്കുന്ന കാര്യം പോലും നമ്മളിതാക്കാൻ ശ്രമിക്കുമ്പോ പ്രവാചകന്മാര് നേരെ തിരിച്ചാണ്. ആ ചാൻസ് വേറൊന്നിനല്ല, ഒരു സ്വന്തം ലാഭത്തിനൊന്നുമല്ല. അതായത് മുഹമ്മദ് നബി നബിയാണ് എന്ന് വിശ്വസിക്കാത്തവർക്ക് ഒരു ഗുണം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നാ ഓരെയും കൂടി വിശ്വസിപ്പിക്കാൻ ഇതൊരു ചാൻസ് ആക്കി കളയാം എന്ന് കരുതിയിട്ടില്ല. അപ്പൊ ഇടപാടുകളിലും പെരുമാറ്റങ്ങളിലും ഒക്കെ ഉള്ള വിശുദ്ധി എന്ന് പറയുന്നത് വലിയ സംഗതിയാണ്. ആ വിശുദ്ധിയാണ് പ്രവാചകന്മാരാക്കി നിർത്തുന്നത്. അപ്പൊ ഈസാ നബിക്ക് പാണ്ഡുരോഗിയെ സുഖപ്പെടുത്താന്നൊക്കെ പറയണത്, അതുപോലെ മരിച്ചവരെ ജീവിപ്പിച്ചു, കണ്ണു കാണാത്തവർക്ക് കാഴ്ച നൽകി, ഇതൊക്കെ ഒരു സ്വന്തം മികവും കഴിവും ഒക്കെ ആയിട്ട് എടുത്തിങ്ങനെ പറയണമെന്നില്ല. പറയണവര് പറയുമ്പം ഉണ്ടാകുന്ന വെച്ചാൽ തന്നെ മതി. പക്ഷെ അങ്ങനെ ചെയ്തില്ല. ഇതിനില്ല. ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു അടയാളമാണ്, ഒരു തെളിവാണ്. ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ഇങ്ങനെയാണ് ഈസാ നബി പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സൂറ മാഇദ നമ്മളെ കയ്യില് ആപ്പ് ഉണ്ടെങ്കിൽ വേഗം എടുക്കാൻ പറ്റും. മാഇദ അധ്യായത്തിലെ ഒരു 111 ആയത്ത്.
എന്നിലും എന്റെ ദൂതനിലും വിശ്വസിക്കണമെന്ന് ഞാൻ ഹവാരികൾക്ക് നിർദ്ദേശം നൽകി. അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് നീ സാക്ഷ്യം വഹിക്കുക. ഓർക്കുക, ഹവാരികൾ പറഞ്ഞ സന്ദർഭം, മറിയമിന്റെ മകൻ ഈസ മാനത്തു നിന്നൊരു ഭക്ഷണത്തളിക ഞങ്ങൾക്ക് ഇറക്കിത്തരാൻ നിന്റെ നാഥന് കഴിയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ താഴോട്ട് പോകും. 116 ഓർക്കുക, അള്ളാഹു ചോദിക്കുന്ന സന്ദർഭം, മറിയമിന്റെ മകൻ ഈസ, അള്ളാഹുവെ വിട്ട് എന്നെയും എന്റെ മാതാവിനെയും ദൈവങ്ങളാക്കുവിൻ എന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത്? പരലോകത്ത് വെച്ച് ആളുകളുടെ മുമ്പിൽ വെച്ച് ആ പരിശുദ്ധ മാതാവേ എന്നൊക്കെ പ്രാർത്ഥിച്ച ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അള്ളാഹു താല ഈസ നബിനോട് ചോദിക്കുകയാണ്. അത് അള്ളാഹ്ക്ക് അറിയായിട്ട് ചോദിക്കല്ല, അള്ളാഹു ചോദിക്കുകയാണ്. അപ്പൊ അതൊരു ആവിഷ്കാരമാണ്. ശരിക്കും പറഞ്ഞാൽ മറിയമിന്റെ മകൻ ഈസ, അള്ളാഹു വിട്ട് എന്നെയും എന്റെ മാതാവിനെയും ദൈവങ്ങളാക്കുവില്ലെന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത്? അപ്പോൾ അദ്ദേഹം പറയും, നീ എത്ര പരിശുദ്ധനാണ്, എനിക്ക് പറയാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ പറയാവതല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായും നീ അത് അറിഞ്ഞിരിക്കും. എന്റെ ഉള്ളിലുള്ളത് നീ അറിയും, എന്നാൽ നിന്റെ ഉള്ളിലുള്ളത് ഞാൻ അറിയുകയില്ല. തീർച്ചയായും നീ തന്നെയാണ് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് പോലും നന്നായി അറിയുന്നവൻ. നീ എന്നോട് കൽപ്പിച്ചതല്ലാതൊന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. അഥവാ എന്റെ നാഥനും നിങ്ങളുടെ നാഥനുമായ അള്ളാഹുവെ മാത്രം വഴിപ്പെട്ട് ജീവിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവരിൽ ഉണ്ടായിരുന്ന കാലത്തോളം അവരുടെ എല്ലാറ്റിനും സാക്ഷിയായിരുന്നു ഞാൻ. പിന്നെ നീ എന്നെ തിരിച്ചു വിളിച്ചപ്പോൾ അവരുടെ നിരീക്ഷകൻ നീ തന്നെ ആയിരുന്നല്ലോ. നീ സകല സംഗതികൾക്കും സാക്ഷിയാകുന്നു. നീ അവരെ ശിക്ഷിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവർ നിന്റെ അടിമകൾ തന്നെയല്ലോ. നീ അവർക്ക് മാപ്പേകുന്നുവെങ്കിലോ നീ തന്നെയാണല്ലോ പ്രതാപവാനും യുക്തിമാനും. ഇത് രസമുള്ള ഒരു വിചാരണയാണ്. നോക്കൂ, ഓരെ ശിക്ഷിക്കല്ലേ എന്ന് നബി പറയുന്നില്ല കേട്ടോ. അതും ആരിഷ്ടാണ്? അള്ളാന്റെ ഇഷ്ടമാണ്. അള്ളാഹ് വിട്ടുകൊടുക്കുകയാണ്. നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ്, നിനക്ക് എന്ത് ചെയ്യാം? അവരെ ശിക്ഷിക്കാം. ഇനി നീ അവർക്ക് മാപ്പ് കൊടുക്കുകയാണെങ്കിലോ നീ ആരാണ്? പ്രതാപവാനും യുക്തിമാനുമാണ്. അതുകൊണ്ട് അതും വേണമെങ്കിൽ ഈ ചെയ്തോ. ഈസാ നബിക്ക് അവരോട് പകല്ല, ഈസാ നബിക്ക് അവരോട് വിദ്വേഷമല്ല. അപ്പോ ഈസാ അലൈഹിസ്സലാം ഈസാ നബിനെ ആരാധിക്കാനോ ഈസാ നബിന്റെ ഉമ്മാനെ ആരാധിക്കാനോ ഈ സമൂഹത്തോട് പറഞ്ഞിട്ടില്ല. നീയാണോ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ ഈസാ നബി പറയണത് ഞാൻ അങ്ങനെ പറയൂല്ലോ പഠിച്ചോരെ എന്നാണ്. അപ്പൊ ഈസാ നബി എന്താ ചെയ്തെന്ന് വെച്ചാല്, എല്ലാ നബിമാരെയും പോലെ തന്നെ പുതിയതായി എന്തെങ്കിലും ഒരു ദീന് കൊണ്ടുവരിക എന്നതല്ല ചെയ്തത്. എന്താണ് ചെയ്തത്? സ്വന്തമായി കാണിച്ച അത്ഭുത പ്രവർത്തനങ്ങളുടെ ഉടമസ്ഥത ഏറ്റെടുക്കുകയല്ല ചെയ്യുന്നത്. ഇതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള അടയാളങ്ങളാണ് എന്ന് പറയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങൾക്ക് പുതിയതായ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരികയല്ല. മുൻപ് കഴിഞ്ഞുപോയ കിതാബുകളും മുമ്പ് കഴിഞ്ഞുപോയ നബിമാരും ഒക്കെ പറഞ്ഞത് എന്താണോ അത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചത്. മൂസാ നബിയും ഫിറൗനും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗാന സമാഹാരമുണ്ട്. UK അബൂ സഹല എഴുതിയതാണ്. അപ്പൊ അതിൽ മൂസാ നബിയെ കുറിച്ച് പറയുന്നു. മൂസ നമുക്കൊരു പുത്തൻ വാദവുമായി വന്നിട്ടില്ല, മുൻപ് കഴിഞ്ഞ പ്രവാചക വര്യന്മാരെല്ലാം. എനിക്ക് പാടാൻ അറിയാത്തോണ്ടല്ലേ മുഴുവൻ പാടാൻ. അതായത് മൂസാ നബി നമുക്ക് പുതിയ ഒരു വാദവുമായിട്ട് വന്നിട്ടില്ല. ഇബ്രാഹിം നബിയും മുമ്പ് കഴിഞ്ഞ നബിമാരൊക്കെ എന്താണോ പറഞ്ഞത്
അത് തന്നെയാണ് മൂസാ നബിയും പറഞ്ഞത്. ഇപ്പൊ ഈസാ നബിയും പറയുന്നത് എന്താണ്? ഞാന് എന്തെങ്കിലും ഒരു പുതിയത് നിങ്ങൾക്ക് കൊണ്ടുതരല്ല, നിങ്ങളുടെ കയ്യിലുള്ള തൗറാത്ത്, ആ തൗറാത്ത് എന്റെ മുമ്പിലുള്ള ഒരു കിതാബാണ്, അതിനെ എന്താണ് ശരിവെക്കുന്നവനായിക്കൊണ്ടാണ് ഞാൻ വന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതും അത് തന്നെയാണ് അല്ലേ? ഞാൻ നിങ്ങൾക്ക് ഇതുവരെ വന്ന കിതാബുകളിലെ സത്യങ്ങളെ ശരിവെക്കുന്നവനായിട്ടാണ്. അപ്പൊ മുഹമ്മദ് നബി ഇസ്ലാം മതം സ്ഥാപിച്ചു എന്നത് തെറ്റായ പ്രയോഗമാണെന്ന് നമുക്കറിയാമല്ലോ. മുഹമ്മദ് നബി സ്ഥാപിച്ചതല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് ആദിമ മനുഷ്യൻ മുതൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ കിതാബുകൾ എന്താണോ മുമ്പുള്ള കിതാബുകൾ പറഞ്ഞത് അത് തന്നെ ശരിവെക്കുകയാണ്. അത് ശരിവെക്കുക എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ തെറ്റിദ്ധരിക്കരുത്, അതെന്നെ പറയാന്നല്ല. ആ കിതാബുകളിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടതും അതിൽ നിന്ന് ഒഴിഞ്ഞു പോയതുമായ പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഈ കൂട്ടിച്ചേർക്കപ്പെട്ട കാര്യത്തെ വെട്ടിമാറ്റുകയും അതിൽ നിന്ന് വിട്ടുപോയതിനെ കൂട്ടിച്ചേർക്കുകയും ചെയ്തുകൊണ്ട് അതിനെ ശരിയായ രീതിയിൽ അവതരിപ്പിക്കുക എന്ന പണിയാണ് പിന്നെ വരുന്ന നബിമാര് ചെയ്യുക. അപ്പൊ മൂസാ നബി കൊണ്ടുവന്ന തൗറാത്ത്, ആ തൗറാത്തിനെ ശരിവെക്കുന്നവനാണ്. എന്നാൽ നിങ്ങൾക്കിപ്പോൾ നിഷിദ്ധമായി പോയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ നിഷിദ്ധമായ കാര്യങ്ങളെ നിങ്ങൾക്ക് അനുവദിച്ചു തരാനും കൂടി വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ഇത് നിഷിദ്ധമായത് എന്ന് ചോദിച്ചാൽ, അവര് അള്ളാഹു അനുവദിച്ച പലതും അവരിലെ പുരോഹിതന്മാർ നിഷിദ്ധമാക്കി കളഞ്ഞു. അള്ളാഹു അനുവദിച്ചതാണ്, പക്ഷെ അവര് ഇതൊന്നും എന്തല്ല കുറച്ചുകൂടി ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുണ്ടല്ലോ. ഇപ്പൊ നബീന്റെ അടുത്ത് 3 ആൾക്കാർ വന്ന കഥ പറയുന്നില്ലേ? എന്താണ് ആ കഥ? ഒരാള് ഞാൻ എല്ലാ ദിവസവും നോമ്പ് വെൽക്കുന്ന, എല്ലാ ദിവസവും രാത്രി സ്കരിക്കുന്ന, ഒരാൾ കല്യാണം കഴിക്കൂല പറഞ്ഞു. അപ്പൊ എന്തിനാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർ പഠിച്ചു നോക്കുമ്പോ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഓർക്ക് തോന്നുകയാണ് ഇത് കുറച്ചല്ലേ ഉള്ളൂ, 5 വക്ത് നിസ്കാരം, കൊല്ലത്തിലാകെ 1 മാസം നോമ്പ്, അതിപ്പോ നബിക്കൊക്കെ മതിയാവും. കാരണം നബി അള്ളാഹുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടു, നമ്മളെ പോലുള്ള പാവങ്ങൾക്ക് ഇത് പോരല്ലോ, അപ്പൊ കുറെ തോനെ ചെയ്യട്ടെ, അങ്ങനെ അവർ തീരുമാനിച്ചു. പക്ഷെ നബി വന്നപ്പോ ഉടനെ പറഞ്ഞു, എന്ത്? ഞാൻ നോമ്പ് തോൽക്കുന്ന ദിവസവും നോൽക്കാത്ത ദിവസം, റമദാനിലല്ല കേട്ടോ, അല്ലാത്ത സുന്നത്ത് നോമ്പ് നോൽക്കാത്ത ദിവസമുണ്ട്. അതേപോലെ ഞാൻ രാത്രി നിസ്കരിക്കലും ഉണ്ട്, കിടന്നുറങ്ങലും ഉണ്ട്, ഞാൻ കല്യാണം കഴിച്ച് എനിക്ക് മക്കളും ഉണ്ട്. ഇതാണ് എന്റെ ദീന്, എന്റെ ചര്യ. ഇത് പോരാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഫലേശുമില്ല, അവരെന്നിൽപ്പെട്ടവരല്ല. കൃത്യപ്പെടുത്തും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഓരോരുത്തര് പുതിയത് ഇപ്പൊ കണ്ടില്ലേ, പുതിയ ഓരോ ആരാധനാ സമ്പ്രദായങ്ങളും, പുതിയ ദിക്കറുകൾ, ദിക്കറൊക്കെ പണ്ടുള്ള ലായലാലതൊക്കെ തന്നെയാണ്, പക്ഷെ അതിന് പുതിയ രൂപം കാണിച്ചു. അപ്പൊ നമ്മൾ വിചാരിക്കും നല്ലതല്ലേ, നമുക്ക് കൂടുതൽ ഈമാനം ഉണ്ടായിവിടൂലേ. പക്ഷെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചെന്നത് പോരായാണ് എന്ന് പറയുന്നതാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം അതാണല്ലോ, നമുക്ക് വേണ്ടിയതെല്ലോ നബി പഠിപ്പിച്ചെന്നില്ല, നമ്മളും കുറച്ചുണ്ടാക്കണം എന്നാണല്ലോ. അത് വലിയ അപകടമാണ്. അതിനാണ് വിദഗ്ധ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ പലതും പുരോഹിതന്മാർ ഹറാമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഹറാമാക്കിയ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഹറാമല്ല. ഇപ്പൊ നമുക്കിടയിലുണ്ട് ആസ്വാദനങ്ങൾ ഒക്കെ വേണ്ടെന്ന് വെക്കുന്ന. ഈ വാതിലടിച്ചു നോക്കിയാൽ ചിലപ്പോ എന്തെങ്കിലും ഒരു മെച്ചുണ്ടാവോ? നമ്മൾ തന്നെ, അത് നമ്മളൊച്ച തന്നെ അല്ലേ? ഞാൻ വിചാരിച്ചു വേറെ ഏതോ ഒച്ച. അവനാന്റെ ഒച്ച അവനാൻ തന്നെ എടുക്കുന്ന കാലാണ്. കൂട്ടി ചെല്ലി. ശരി, നമ്മൾ ശ്രമിച്ചോ. ചൂടില്ലാത്ത സമയത്തുകൊണ്ട് പ്രശ്നമില്ല പാലെടുത്ത്. അപ്പോൾ പുരോഹിതന്മാർ ഇപ്പൊ നമ്മളുടെ കാലത്തും ഉണ്ട് അങ്ങനെയൊക്കെ.
അള്ളാഹു അനുവദിച്ചതായിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, സ്വന്തം ഒന്ന് ടൈറ്റ് ആക്കുക. അത് പാടില്ല, അത് പാടില്ല, മറ്റടുത്ത് പോയത്, ഇത് തൊടരുത്, അത് തൊടരുത്, ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നതിൽ സമർത്ഥരായിരുന്നു ജൂതന്മാർ. അങ്ങനെ അവരായിട്ട് പല സംഗതികളും എന്താക്കിയിട്ടുണ്ട്, ടൈറ്റ് ആക്കിയിട്ടുണ്ട്, നിഷിദ്ധാക്കിയിട്ടുണ്ട്. ഇപ്പൊ ക്രിസ്ത്യാനികളെ കുറിച്ച് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹു സന്യാസം വിരിച്ചിട്ടില്ല. നിങ്ങൾ സന്യാസികളായി കഴിയണമെന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷെ അവരെന്താക്കാണ്, സന്യാസികളാവുക. ശരിക്കും പറഞ്ഞാല് കന്യാമറിയം എന്നൊരു സങ്കല്പം, പക്ഷെ അങ്ങനെ ഒരു കന്യകാത്വം എല്ലാ കാലത്തും നിലനിർത്തല്ലോ അല്ല ചെയ്ത്. ആ കന്യ വിശുദ്ധൊക്കെ ആണെങ്കിലും അതിന് കുട്ടി ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു കല്യാണം കഴിക്കാത്ത ഒരാൾ ഉണ്ടാവണം എന്നല്ല ഓരമ്മയും അപ്പയും പ്രാർത്ഥിച്ചതും. അള്ളാഹുവിന് പ്രാർത്ഥന ചെയ്യുന്ന ഒരാളുണ്ടാവണം എന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പൊ പിൽക്കാലത്ത് ഇവർ സ്വന്തത്തിൽ എന്ത് ചെയ്യാണ്, ഇത്തരം സംഗതികളൊക്കെ കൂട്ടിച്ചേർക്കുകയാണ്, സന്യാസമൊക്കെ കൂട്ടിച്ചേർക്കുക. എന്നിട്ട് അവസാനം ഓൽക്കത് പാലിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത്. കാരണം അള്ളാഹു ഉണ്ടാക്കിയ പ്രകൃതിയിൽ അള്ളാഹു ഉണ്ടാക്കിയ നിയമങ്ങളല്ലാത്തത് ഫിറ്റാക്കിയാൽ അത് വർക്കാവൂല. ഇപ്പൊ നമ്മളെ ശരീരത്തില് രക്തം കയറ്റുമ്പോ എന്തിനാ ഗ്രൂപ്പ് നോക്കുന്നത്? ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഒന്നൊന്നിനോട് ചേരണ്ടേ. O പോസിറ്റീവ്, ബി പോസിറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലാത്തൊരു സാധനം ഫിറ്റ് ചെയ്താൽ എന്താവൂല, ചേരൂല. ഇപ്പൊ ഈ കിഡ്നിയൊക്കെ മാറ്റി വെക്കുന്ന ആൾക്കാർക്ക് മാറ്റി വെച്ചാലും ഒരുപാട് മരുന്നൊക്കെ സപ്പോർട്ട് ചെയ്ത് എന്നാൽ തന്നെ പലതും ഫെയിലാവും. കാരണം പുറത്തുള്ളൊരു സാധനം കൊണ്ട് ഇതിൻ്റെ അകത്ത് വെച്ചാൽ സാധാരണ നിലക്ക് എന്ത് ചെയ്യൂല, ഫിറ്റാവില്ല. ഈ വയറിളക്കാനുള്ള മരുന്ന് കഴിക്കൂല, ശരീരത്തിന്റെ അകത്തേക്ക് അതിന് പറ്റാത്തൊരു സാധനം കൊടുക്കുകയാണ്. അപ്പൊ ശരീരം എന്ത് ചെയ്യും, അതിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയെടുക്കണം, സംഭവിക്കും. അപ്പൊ ഇതുപോലെ തന്നെയാണ് അള്ളാഹു ഉണ്ടാക്കിയ ദുനിയാവിൽ, അള്ളാഹു ഉണ്ടാക്കിയ പ്രപഞ്ചത്തിൽ അള്ളാഹു ഒരു വ്യവസ്ഥയും സംഗതിയും വെച്ചിട്ടുണ്ട്. അതല്ലാത്ത ഒരു സംഗതി അതിൻ്റെ അകത്തേക്ക് കയറ്റാൻ ശ്രമിച്ചാൽ അത് അത്ര വലിയ ആരാധനയുടെ രൂപത്തിലായാൽ പോലും ആ സാധനം എന്താവും, പുറന്തള്ളപ്പെടും. ഇതൊരു അടിസ്ഥാന കാര്യമാണ്. അപ്പൊ ഈസാ നബി പറയാണ്, ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നിഷിദ്ധമായ ചിലതൊക്കെ എന്ത് ചെയ്യാൻ, അനുവദനീയമാക്കാൻ കൂടി ആണ്. ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള ആയത്താണ്. മിർ റബ്ബിക്കും ഫത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് തഖ്വ കാണിക്കുക. അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള രൂപം എന്താണ്, വഅതിഊൻ, എന്നെ അനുസരിക്കുക. അപ്പൊ അള്ളാഹുവിനോട് തഖ്വ കാണിക്കണമെങ്കിൽ അതിന്റെ രൂപം എന്താണ്, എന്നെ അനുസരിക്കലാണ്. ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും, നേരത്തെ സൂറത്തുൽ മാഇദയിലും ഇതേ കാര്യം ആവർത്തിച്ചു വന്നു. നിശ്ചയമായും എന്റെയും നിങ്ങളുടെയും റബ്ബാണ്. എന്റെ വാപ്പയും നിങ്ങളെ റബ്ബുമാണ് എന്നല്ല, മനസ്സിലായോ? എന്റെ പിതാവും നിങ്ങളുടെ റബ്ബും എന്നല്ല, എന്റെയും നിങ്ങളുടെയും റബ്ബ്. അപ്പൊ രണ്ടും അള്ളാഹുവിന്റെ അടിമയാണ്. അപ്പം ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും ഈസാ നബി ഉൾപ്പെടെ അള്ളാഹുവിന്റെ അടിമകളാണ്, അല്ലാതെ പിതാവോ പുത്രനോ ഒന്നുമല്ല. ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും, എന്റെയും നിങ്ങളുടെയും നാഥൻ അള്ളാഹു. ഫഅബ്ദൂഹു, അതിനാൽ അവന് മാത്രം നിങ്ങൾ വഴിപ്പെടുക. ഹാദാ സിറാത്തു മുസ്തഖീം, ഇതാകുന്നു നേരായ മാർഗം. സിറാത്തു മുസ്തഖീം എന്ന് പറയുന്നത് ഇതാണ്. സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗം, വളവ് തിരിവ്. നിങ്ങൾ ആ പദമൊന്നും മുസ്തഖീം എന്നുള്ള പദം പറയുമ്പോൾ തന്നെ അതിലൊരു നേരായതുണ്ട്, അല്ലേ? മുസ്തഖീം. ലാ ഇഅ്വിജാജ ലഹു, ഇഅ്വിജാജ് എന്ന് പറയുന്നതാണ് വളവ് തിരിവ്, വക്രതകൾ. ആ പദത്തിൽ തന്നെ എന്തുണ്ട്, ഇഅ്വിജാജ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, വളവ് തിരിവ്. മുസ്തഖീം എന്ന് പറയുമ്പോൾ തന്നെ നേരെയാണ്.
അതിനിപ്പോ പറയുന്നതിന്റെ പോലെ അങ്ങനെ ആയതുകൊണ്ടാണോ? അല്ല, അങ്ങനെ പറയാൻ കഴിയുള്ളൂ. മുസ്തഖീം നിങ്ങൾ വളഞ്ഞു തിരിഞ്ഞു പറഞ്ഞു നോക്ക്. ഇഅ്വിജാജ് നേരെ ഇഅ്വിജാജ് നമുക്ക് കാര്യമില്ലല്ലോ, അത് വളഞ്ഞു തിരിഞ്ഞിട്ടുണ്ട്. അറബി ഭാഷയുടെ പ്രത്യേകതയാണ്, പദത്തിൽ തന്നെ അതിന്റെ ഒരു കോലം ഉണ്ടാകും. ഇനി അടുത്തതിലേക്ക് കടക്കുകയാണ്. ഫലമ്മാ അഹസ്സ ഈസ മിൻഹുൽ കുഫർ, അവരിൽ നിന്ന് സത്യനിഷേധം ബോധ്യമായി. ആരിൽ നിന്ന്? അവിടെയുള്ള മനുഷ്യന്മാർ, യഹൂദികളായ ആളുകൾ, ഇസ്രായേൽ സമൂഹം. ആ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് കുഫർ വ്യക്തമായി. ഈ കുഫർ വ്യക്തമാവുക എന്ന് പറയുന്നത് ഒരു ഘട്ടമാണ്. എന്താണ് കുഫർ, എന്താണ് ഇസ്ലാം എന്നുള്ളത് തിരിയാതെ എന്താ പറയാ കൂടിക്കുഴഞ്ഞു നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവും. അതേസമയം ഇവിടെ വളരെ കൃത്യമായി വേർതിരിയുന്ന ഒരു സന്ദർഭമാണ്. സത്യനിഷേധം വ്യക്തമായി. അപ്പോൾ ആണ് ഈസാ നബി ചോദിച്ചത്, ഖാല മൻ അൻസ്വാരി ഇലല്ലാഹ്, അള്ളാഹുവിന്റെ സഹായികളായിട്ട് ആരാണുള്ളത്? അള്ളാഹ് എന്തിനാ സഹായി? അള്ളാഹു നിരാശ്രയനല്ലേ, അസ്വമതല്ലേ, പിന്നെ അള്ളാഹ്ക്ക് സഹായി എന്തിനാ? അള്ളാഹ് അതിലേക്ക് എന്നൊക്കെ പറഞ്ഞാലും അള്ളാഹുവിന്റെ സഹായി. അള്ളാഹ് എന്തിനാ സഹായം? അതെ, അതിന് ദീൻ പ്രചരിപ്പിക്കാൻ അള്ളാഹ്ക്ക് സഹായം വേണോ? നമ്മളെ സഹായം വേണം അള്ളാഹ്ക്ക്. ചോദ്യം മനസ്സിലായില്ല? അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹുവിന് ഒരാളെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. അള്ളാഹു എല്ലാവരെയും ആശ്രയിക്കപ്പെടുന്നവനാണ്. എല്ലാവർക്കും അള്ളാഹിനെ ആശ്രയിക്കണം, അള്ളാഹ് ആരെയും ആശ്രയിക്കണ്ട. യകുൽ ലഹു കുഫുവൻ അഹദ്, ഒരാളും അള്ളാഹ്ക്ക് കുഫുവത്തവനായിട്ടില്ല. അല്ലേ? അലൈസ കമിസ്ലിഹി ഷൈ, അള്ളാഹിനെ പോലെ എന്ന് പറയാനും ആരുമില്ല. എല്ലാം അറിയുന്നവനാണ്, കഴിഞ്ഞതും വരാനിരിക്കുന്നതും നിയന്ത്രിക്കുന്നവനാണ്. എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ കുൻ വന്നാൽ മതി, ഫയക്കുൻ, അപ്പൊ തന്നെ ഉണ്ടാവും. അപ്പൊ ദീന പ്രചരിപ്പിക്കണമെങ്കിൽ പ്രചരിക്കണം എന്ന് വിചാരിക്കുമ്പോ കുൻ എന്ന് പറഞ്ഞാൽ പോലെ തൊഴിൽ പ്രചരിക്കും. അല്ലേ? എന്തിനാണ് ഇപ്പൊ നമ്മളെല്ലാവരും നല്ല മനുഷ്യന്മാരാവണമെന്ന്, അല്ല ഇപ്പോഴല്ല, നല്ല കേട്ടോ, ആവണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ കുൻ നന്നാണ്. നമ്മളെല്ലാവരും എന്തായി പോവും? നന്നാവൂലേ? നന്നാവൂല്ലേ? അപ്പൊ പിന്നെ അള്ളാഹ് എങ്ങനെ സഹായിക്കും? നിങ്ങളിപ്പോ തീരെ ആലോചിക്കുന്നില്ല എന്നാ എനിക്ക് മനസ്സിലാകും. ഞാൻ തന്നെ വൺ വേ ആയിട്ട് പറഞ്ഞു പോവാണ് ക്ലാസ്. അപ്പൊ കുറച്ച് നിങ്ങൾ പറയുന്നില്ല. നിങ്ങളോട് പറഞ്ഞാലാണ് ഇത് എന്ത് ചെയ്യുക, നമുക്ക് ശരിക്കും ഇങ്ങോട്ട് പറഞ്ഞു നോക്കി. അതിന് വേറെ സമയമൊന്നുമില്ല, ഇപ്പൊ തന്നെ. അള്ളാഹു സമതാണ്, നിങ്ങൾ അംഗീകരിക്കണില്ലേ? മനുഷ്യല്ലല്ലോ, നിരാശ്രയനാണ്. അള്ളാഹുവിന് ഒരാശ്രയവും വേണം. അള്ളാഹ്ക്ക് സഹായം വേണോ? വേണ്ട. പിന്നെ എന്തിനാ ഇവിടെ പറയണം? ഇനി നിങ്ങൾ നോക്കൂ, പിന്നെ സൂറത്തു സഫില് അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ അൻസ്വാറല്ലാഹ് കമാ ഖാല ഈസ ഇബ്നു മറിയം ലിൽ ഹവാരിയീന മൻ അൻസ്വാരി ഇലല്ലാഹ്. ഇവിടെ ഈസാ നബി പറഞ്ഞ കാര്യത്തെ മറ്റൊരിടത്ത് സൂറത്തു സഫില് അതിനെ അള്ളാഹു ഉദ്ധരിച്ചിട്ട് നമ്മളോട് പറയാണ്, അന്ന് ഈസാ നബി അവരോട് പറഞ്ഞതുപോലെ നിങ്ങളും എന്താവണം? അൻസ്വാറുകളാകണം, അള്ളാഹുവിന് സഹായികളാകണം.
എന്ന് പറയാണ്. അപ്പൊ അവിടെ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? അത് അവിടെ തന്നെ നോക്കാം. ഹവാരികൾ എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു ഭാഷയാണ്. സഹായികൾ എന്നാണ്. വിശുദ്ധരായ ആൾക്കാര്. ആ ആ ആ ആ ആ അതെ അതെ ആ അതാണ് പോയിന്റ്. അതന്നെയാണ് എന്റെ പോയിന്റ്. പക്ഷെ ആ പറഞ്ഞതിനെ അള്ളാഹു സൂറത്ത് സഫിൽ ഉദ്ധരിക്കുമ്പോ നബി അള്ളാഹുവിലേക്ക് എന്റെ സഹായികളാവുക എന്നല്ല പറയുന്നത്, കൂനു അൻസാർ അള്ളാഹു തന്നെ നേർക്ക് നേരെയാണ് പറയുന്നത്, അള്ളാഹിന്റെ സഹായികളാവുക. ഹവാരികൾ എന്ന് പറയുന്നത് പിന്നെ അവരുടെ ഒരു ഭാഷയാണ്. സഹായികൾ തന്നെയാണ് എന്റെ അർത്ഥം. ശിഷ്യന്മാർ, അനുയായികൾ. അന്നത്തെ ഈ അപ്പോസ്തലന്മാർ എന്നൊക്കെ പറയൂലേ, ഈസാ നബിയുടെ ശിഷ്യന്മാരായിട്ട് ഉണ്ടായിരുന്ന, നമ്മളെ ഭാഷ പറഞ്ഞ സ്വഹാബിമാർ, സ്വഹബത്തുള്ളവർ, അടുപ്പമുള്ളവർ. ആ അർത്ഥത്തിലാണ് ഹവാരികൾ, സഹായികൾ എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അതിൽപ്പെട്ട. അപ്പോ അവരുടെ വാക്കുകളാണ് പിൽക്കാലത്ത് ഇവര് ബൈബിളിൽ എന്ത് ചെയ്തത്, ചേർത്ത്. എന്ന് പറഞ്ഞാൽ ഹദീസും കൂടി ഖുറാനിൽ ചേർത്താല് ഉണ്ടാകുന്ന പോലെ വേണമെങ്കിൽ നമുക്ക് അതിനെ കാണാം. അങ്ങനെ പൂർണ്ണമായ താരതമ്യം ശരിയില്ലെങ്കിൽ. അപ്പോ ഹവാരികളായ ആളുകൾ മറുപടി കൊടുത്തു. എന്താണ് മറുപടി കൊടുത്തത്? നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാണ്. ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. വഷ്ഹദ് ബിഅന്നാ മുസ്ലിമൂൻ, അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നുള്ളതിന് താങ്കൾ സാക്ഷ്യം വഹിക്കണേ. കുറെ കാര്യം കിട്ടും ഇതിൽ പറയാൻ, കുറെ കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം മാഷ് പറഞ്ഞതിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഒന്ന്, മൻ അൻസ്വാരി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന് വേണ്ടി എന്നെ സഹായിക്കാൻ ആരുണ്ട് അള്ളാഹിന്റെ മാർഗത്തിൽ നിന്നാണ് ചോദിച്ചത്. അതിന്റെ ഉത്തരം പറഞ്ഞത് ഞങ്ങളാണ്, ഞങ്ങൾ അള്ളാഹിന്റെ സഹായികളാണ് എന്നാണ്. അപ്പോ അള്ളാഹുവിനെ സഹായിക്കുന്നതും അള്ളാഹുവിന്റെ ദൂതരെ സഹായിക്കുന്നതും ഒരേ കാര്യം തന്നെയാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നതും റസൂലിനെ അനുസരിക്കുന്നതും ഒരേ കാര്യമാണ്. ആർ എന്നെ അനുസരിച്ചുവോ അവർ അള്ളാഹുവിനെ അനുസരിച്ചു, ആർ എന്നെ ധിക്കരിച്ചുവോ അവർ അള്ളാഹുവിനെ ധിക്കരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ അനുസരിച്ചാൽ അത് ആരനുസരിക്കലാണ്? അള്ളാഹിനെ അനുസരിക്കലാണ്. അപ്പൊ ഞാന് ഖുറാനെ നോക്കൂ, ഹദീസൊന്നും എനിക്ക് വേണ്ടെന്ന് പറയാൻ പാടില്ല. ഖുറാനിലുണ്ടോ ഖുറാനിലുണ്ടോ എന്ന് തന്നെ ചോദിക്കണ്ട. ഖുറാനിലുണ്ടോ എന്ന് ചോദിക്കുന്നതിന്റെ ഭാഗം തന്നെയാണ് അതിന്റെ വിശദീകരണമായിട്ട് ഹദീസിലും ഉണ്ടാവുക. അപ്പോൾ ഹദീസ് ഹദീസായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്ന് ഉറപ്പുള്ള, അതിന്റെ പരമ്പരയിലും അതിന്റെ സംഗതികളിലുമൊക്കെ ഉറപ്പുള്ള എന്തെങ്കിലും വന്നാൽ അത് പ്രമാണമാണ്. അത് ഖുർആനിനെ നമ്മൾ പിൻപറ്റുന്നത് പോലെ തന്നെ പിൻപറ്റൽ നിർബന്ധമായ വാക്കുകളാണ്. കാരണം ഇതൊന്നും വ്യക്തി എന്നുള്ള നിലയിലല്ല പറയുന്നത്, റസൂൽ എന്നുള്ള നിലയിലാണ് പറയുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്നെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സഹായിക്കുക. അതുകൊണ്ടാണ് മറുപടി പറയുമ്പോ ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാണ് എന്നവർ മറുപടി പറഞ്ഞത്. ഒന്ന്, ഇതേ കാര്യം തന്നെ സൂറത്ത് സഫില് അള്ളാഹു പറയുമ്പോ അവിടെ പറഞ്ഞത് ഖാലൽ ഹവാരിയൂൻ, അതിന് മുമ്പ് പറഞ്ഞു കമാ ഖാല ഈസ ഇബ്നു മറിയം ലിൽ ഹവാരിയീന മൻ അൻസ്വാരി ഇലല്ലാഹ്
ഖാലൽ ഹവാരിയ്യൂന നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാണ്. فآمنت طائفة من بني إسرائيل وكفرت طائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين. അപ്പോൾ ഒരു വിഭാഗം ആൾക്കാരെ അള്ളാഹുവിൽ വിശ്വസിക്കുകയും മറ്റൊരു വിഭാഗം ആളുകൾ നിഷേധിക്കുകയും ചെയ്തു. അങ്ങനെ വിശ്വസിച്ചവരെ അള്ളാഹു ശക്തിപ്പെടുത്തി. അള്ളാഹു അവരെ ശക്തിപ്പെടുത്തി അലാ അദുവ്വിഹിം, അവരുടെ ശത്രുക്കൾക്കെതിരെ. അപ്പോൾ ശക്തിപ്പെടുത്തുന്നവൻ അള്ളാഹു ആണ് എന്നതാണ്. ഞങ്ങളുണ്ട് അള്ളാഹുവിന്റെ സഹായികളായി എന്ന് പറഞ്ഞ ആൾക്കാരെ ആര് ശക്തിപ്പെടുത്തി? അള്ളാഹു ശക്തിപ്പെടുത്തി നിഷേധികൾക്കെതിരെ. പിന്നെ ഇവിടെ പറയുന്ന കാര്യം മറ്റേ നമുക്ക് പറയാം. അത് ഞാൻ ലാസ്റ്റ് പറയാം. അത് നമ്മള് ഞാൻ ചോദിച്ചില്ലേ അള്ളാഹിന് സഹായിന് ആവശ്യമുണ്ടോ ചോദിച്ചില്ലേ, ആ സംഗതിൻ്റെതാണത്. അത് പറയണതിന് മുന്നേ പറയാം, നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാണ്. ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നതിന്റെ പ്രകടമായ തെളിവ് അൻസാറുകളാവുക എന്നതാണ്. ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഇനിയോ അതിനേക്കാൾ കുറച്ചുകൂടി കടന്ന വർത്താനാണ് അടുത്തത്. വഷ്ഹദ്, നീ സാക്ഷ്യം വഹിക്കുക, ബി അന്നാ മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളായിരിക്കുന്നു എന്ന്. അപ്പോൾ ഞാൻ മുസ്ലിമാണ് എന്നതിന്റെ തെളിവ് എന്താന്ന് ചോദിച്ചാൽ, ഞാൻ അൻസാറുള്ളയാണ്, അള്ളാഹുവിന്റെ സഹായിയാണ്. ഞാൻ മുഅ്മിനായിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ വിശദീകരണം ഞാൻ അള്ളാഹിന്റെ സഹായിയാണെന്നാണ്. ഇനി ഈസാ നബിയോട് അങ്ങോട്ട് പറയാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നതിന് താങ്കൾ സാക്ഷ്യം വഹിക്കണേ എന്ന്. അപ്പൊ മുസ്ലിങ്ങളാണ് എന്നതിന് ഒരു നബി ഇവരുടെ കാര്യത്തിൽ സാക്ഷ്യം വഹിക്കുന്നത് എപ്പോഴാണ്? അള്ളാഹുവിന്റെ സഹായികളായി ഇവർ മാറുമ്പോഴാണ് എന്നർത്ഥം. അപ്പോഴും വീണ്ടും നമ്മളെ മുമ്പിൽ ചോദ്യം വരികയാണ്, അതെങ്ങനെയാണ് അള്ളാഹുവിന്റെ സഹായി എന്ന് പറയുക? അള്ളാഹുവിന് സഹായം ആവശ്യമുണ്ടോ? അല്ല, അനുസരിക്കുന്നത് വേറെ തന്നെയല്ലേ പറഞ്ഞത്. ഇവിടെ സഹായത്തെ കുറിച്ചല്ലേ പറയുന്നത്. വിശ്വസിക്കുന്നു. അല്ല, എപ്പോഴാണ് ഞാൻ മുസ്ലിമാണെന്നുള്ള നിങ്ങൾ സാക്ഷ്യം വഹിക്കണേ? അതിന്റെ ന്യായം എന്താണ്? നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാണ്. ഈസാ നബി അവരോട് ചോദിച്ചു. അവിടെ ഈസാ നബി പറഞ്ഞ കാര്യങ്ങൾ നിഷേധിക്കുന്ന ഒരു കൂട്ടരുണ്ടായപ്പോൾ, നിഷേധികളായ ആളുകൾ ഉണ്ടായപ്പോൾ ഈസാ നബി അവരോട് ചോദിച്ചു. ആരോട് ചോദിച്ചു? നിഷേധിക്കുന്നവരും അല്ലാത്തവരൊക്കെ ആയി കൂടിക്കലർന്ന അവിടെയുള്ള മനുഷ്യന്മാരോട് ചോദിച്ചു. മൻ അൻസ്വാരി ഇലല്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിൽ എന്നെ സഹായിക്കാൻ ആരുണ്ട്? ആയിരിക്കും കുഴപ്പം? നിങ്ങള്
ഒന്ന് വലത്തെ ഭാഗം തൊട്ടിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്യും. മൗസിന്റെ വലത്തെ ഭാഗം നിൽക്കുക. കുറെ സാധനം വരുമല്ലോ, ഒരു റീഫ്രഷിന് കാണും. അത് ചെയ്തോ? സെറ്റായോ? ഇനി എന്നാ കേട്ടോളൂ. സൂറത്ത് സഫില് അള്ളാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ അൻസ്വാറല്ലാഹ്. തർക്കല്ലല്ലോ. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാവുക. അതിൽ വേറൊന്നുമില്ല. കൂനു, നിങ്ങൾ ആകുവീൻ, അൻസ്വാറല്ലാഹ്, അള്ളാഹുവിന്റെ സഹായികൾ. അതില് അള്ളാഹുവിന് വേണ്ടി എന്നെ ഒന്നും പറയണില്ലല്ലോ, ഇല്ല. എന്നിട്ട് അള്ളാഹ് പറയാണ്, കമാ ഖാല ഈസ ഇബ്നു മറിയം ലിൽ ഹവാരിയീൻ, ഹവാരികളോട് ഈസ പറഞ്ഞതുപോലെ, മൻ അൻസ്വാരി ഇലല്ലാഹ്, അള്ളാഹുവിന് വേണ്ടി എന്നെ സഹായിക്കുവീൻ എന്ന് പറഞ്ഞതുപോലെ. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ കണക്ട് ആയോ? അള്ളാഹ് നമ്മളോട് പറയാണ്, വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുക. അള്ളാഹുവിനെ സഹായിക്കുകയാണ്. അതെങ്ങനെ പിന്നെ പറയാ? നിങ്ങളെ നാളെ ആകാൻ പോണത് വെച്ച് ഇപ്പൊ ബേജാറായല്ല. അള്ളാഹിന്റെ സഹായിയാവാന്നുള്ള കാര്യം ഓർക്കട്ടെ, എന്നിട്ട് അതെന്താന്ന് പിന്നെ പറയാ. അള്ളാഹു നമ്മളോട് പറയാണ്, കൂനു അൻസ്വാറല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാകുവീൻ. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് ഏതുപോലെയാണ്? കമാ ഖാല ഈസ ഇബ്നു മറിയം ലിൽ ഹവാരിയീന മൻ അൻസ്വാരി ഇലല്ലാഹ്, ഈസ ഇബ്നു മറിയം ഹവാരികളോട് പറഞ്ഞതുപോലെ. ഈസ ഇബ്നു മറിയം ഹവാരികളോട് പറഞ്ഞത് എന്താണ്? മൻ അൻസ്വാരി ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്നെ സഹായിക്കുക എന്നാണ്. അപ്പോഴോ ഹവാരികൾ പറഞ്ഞു, ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാണ് എന്ന് ആര് പറഞ്ഞിരിക്കുന്ന? ഹവാരികൾ പറഞ്ഞിരിക്കുന്നു. അപ്പൊ നിങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാവുക എന്ന് പറഞ്ഞാലും, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ റസൂലിന്റെ സഹായികളാവുക എന്ന് പറഞ്ഞാലും രണ്ടും രണ്ടല്ല. അത് രണ്ടും ഒന്നാണ്. സഹായം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. യെസ് യെസ്. യെസ് യെസ്. നമ്മളെ പി കെ അബ്ദുറഹ്മാൻ ഖാന്റെ മോന് ഷാഹിദ് MA യൂസുഫ് അലിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് അല്ലേ? അപ്പൊ MA യൂസുഫ് അലി ആണോ വലുത്, ഷാഹിദാണോ വലുത്? ആരാ വലുത്? എങ്ങനെ? യൂസുഫ് അലി മുമ്പര സഹായത്തിലല്ലേ? അതെന്തെങ്കിലും ചിന്തിക്കാത്തത്? ആരാരെ സഹായിക്കുന്നത് മനസ്സിലാണില്ല? ആരാരെയാ സഹായിക്കുന്നത്? മന്ത്രിമാർക്കൊക്കെ പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടാവും. 2.5 കൊല്ലം കഴിഞ്ഞ് പിരിച്ചിട്ട് വേറെ ആളാക്കും. കാരണം എന്നാലാണ് ആജീവനാന്തം പെൻഷൻ കൊടുക്കാൻ പറ്റുക. ഇതൊരു ഇൻഡസ്ട്രിയാണ്. ഒരു മന്ത്രിക്ക് 5 കൊല്ലത്തേക്ക് ഒരാൾ നിയമിക്കുകയാണെങ്കിൽ, പക്ഷെ 2.5 കൊല്ലം കഴിഞ്ഞാൽ പിരിച്ചിട്ട് വേറെ ആളെ നിയമിക്കും. കാരണം എന്താ വെച്ചാൽ ഇന്നാ 2 പെൻഷൻ കൊടുക്കും. അപ്പൊ ആരാ വലുത്? മന്ത്രിയാണോ വലുത്, സഹായിക്കുന്ന ആളാണോ വലുത്? ഇതെങ്ങനെയാണ്? ഇയാളെ സഹായത്തിലല്ലേ മന്ത്രി നിൽക്കുന്നത്? അല്ല, അതിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. വലുത് ആരാണ്? സഹായം കിട്ടുന്ന ആളാണ് വലുത്, സഹായിക്കുന്ന ആളല്ല വലുത്. അത് നിങ്ങൾക്ക് മനസ്സിലായോ? അത് മനസ്സിലായോ? ഇയാളെ നിയമിക്കാൻ അധികാരമുള്ളവൻ ആരാണ്? ഈ മന്ത്രിയാണ്. ഈ മന്ത്രിയെ സഹായിക്കുന്നവൻ ആരാണ്? നിയമിക്കപ്പെട്ടവനാണ്. അപ്പൊ ആരാ പദവിയിൽ വലുത്? അല്ലേ? അത് പൂർണ്ണതയിലുള്ള ഒരു താരതമ്യം അല്ല കേട്ടോ. പൂർണ്ണതയിലുള്ള ഒരു താരതമ്യമല്ല. കാരണം എന്ന് പറഞ്ഞാല് ഇദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ തന്നെ ചില സഹായം ആവശ്യമുള്ളവരാണ്. പക്ഷെ അള്ളാഹുവിന്റെ കാര്യത്തിൽ അത് ആവശ്യം പോലും ഇല്ല. പക്ഷേ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, അള്ളാഹു അവന്റെ അടിമകൾക്ക് ഒരു ദൗത്യം നിർണയിച്ചു കൊടുക്കുകയാണ്. ആ ദൗത്യം എന്താന്ന് ചോദിച്ചാൽ,
ഫഇമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്ന് നിങ്ങൾക്ക് സന്മാർഗം വന്നു കിട്ടും. ആരാണോ അത് പിൻപറ്റുന്നത് അവർ ഭയപ്പെടേണ്ട, ദുഃഖിക്കണ്ട. ഇത് അള്ളാഹുവിന്റെ വാഴയാണ്. ഈ വാഴ അള്ളാഹു പൂർത്തീകരിക്കുക. അള്ളാഹു നേരിട്ട് നീളം കുപ്പായം ഇട്ട് ഇറങ്ങി വന്ന് കവലകളിൽ നിന്ന് ആൾക്കാർക്ക് സന്മാർഗം വിതരണം ചെയ്തുകൊണ്ടല്ല. ആ പണി അള്ളാഹു ഏൽപ്പിച്ചത് ഭൂമിയിലുള്ള മനുഷ്യരെയാണ്. ആ പണി അള്ളാഹുവിന്റെ വാഗ്ദാനം പൂർത്തീകരിക്കുന്ന വഴിയിലുള്ള പണിയാണ്. ആ പണി ചെയ്യാൻ അള്ളാഹ്ക്ക് വേറെയും മാർഗങ്ങൾ അവലംബിക്കാമായിരുന്നു. പക്ഷെ അള്ളാഹു ഇത് മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അതിന്റെ ഉദ്ദേശമാണ്. അങ്ങനെ ചെയ്യാനും ചെയ്യാതിരിക്കാനും ഉള്ള സ്വാതന്ത്ര്യവും അള്ളാഹു വകവെച്ചു കൊടുത്തിട്ടുണ്ട്. മലക്കുകളെ പോലെയല്ല. ജിബ്രീൽ അലൈഹി സ്വലാമിനോട് മുഹമ്മദ് നബിക്ക് കിതാബ് കൊണ്ട് കൊടുക്കുന്ന പറഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുത്താൽ പോരെ എന്ന് ജിബ്രീല് ചോദിക്കൂല, ചോദിക്കാൻ കഴിയില്ല. എന്നാൽ ഈ കിതാബ് ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും കൊണ്ടു കൊടുക്കണമെന്ന് നമ്മളോട് പറഞ്ഞിട്ട് നമ്മളിപ്പോ കൊടുക്കണില്ലല്ലോ. അപ്പൊ കൊടുക്കാണ്ടിരിക്കാനും ആർക്ക് കഴിയും? നമുക്ക് കഴിയും. കൊടുക്കാതിരിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടായിട്ടും കൊടുക്കുന്ന ആളുകൾ, അവരെ അള്ളാഹു അവന്റെ സഹായികൾ എന്ന നിലയിൽ എന്ത് ചെയ്യാണ്? ഉയർത്തുകയാണ് ചെയ്യുന്നത്. അത് അള്ളാഹു താലക്ക് ഇങ്ങനൊന്നല്ലാതെ തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അള്ളാഹുവിന്റെ യുക്തി, അവൻ യുക്തിമാനാണ്. ആ യുക്തി അനുസരിച്ച് അള്ളാഹു ഇപ്പണി ചെയ്യാൻ ആരെയാണ് ഏൽപ്പിച്ചത്? മനുഷ്യന്മാരാണ്. ആദ്യം നബിമാരെ ഏൽപ്പിച്ചു. പിന്നെ നബിമാരിലൂടെ എന്തിനാണ് ഖുർആൻ തന്നത്? വേണമെങ്കിൽ അള്ളാഹുവിന് വേണമെങ്കിൽ ഈ കിതാബ് നേരെ ഏതെങ്കിലും വീട്ടിലോ ഒക്കെ ഇറക്കിക്കൂടെ, റോട്ടുമിൽ ഇറക്കിക്കൂടെ? വേണ്ട, മനസ്സിലുള്ളിലേക്ക് ഇട്ട് കൊടുത്തൂടെ? 6236 ആയത്ത് ഇതാ മനസ്സിലേക്ക് ഇവിടെ ചെയ്തൂടെ? പക്ഷെ അള്ളാഹു ചെയ്തത് അതിനൊരു നബിനെ അയച്ചു. ആ നബി കാര്യങ്ങൾ വിശദീകരിച്ചു. ആ നബിയുടെ സഹാബിമാർ അത് മനസ്സിലാക്കി. അവർ മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുത്തു. ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് സന്മാർഗം എത്തിച്ചു തരാം എന്ന അള്ളാഹു മനുഷ്യനോട് ചെയ്ത വാഗ്ദാനം, മനുഷ്യൻ സ്വർഗത്തു നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ ചെയ്ത വാഗ്ദാനാണ്. അത് പൂർത്തീകരിക്കാൻ അള്ളാഹു താല ഉണ്ടാക്കി വെച്ച സംവിധാനം മനുഷ്യർ അത് ഏറ്റെടുത്ത് ചെയ്യണം എന്നതാണ്. മനുഷ്യർ അത് ഏറ്റെടുത്ത് ചെയ്യാനും ചെയ്യാതിരിക്കാനും സ്വാതന്ത്ര്യമുള്ള രീതിയിൽ, സ്വാതന്ത്ര്യം മീൻസ് കഴിവുള്ള രീതിയിലാണ് അള്ളാഹു മനുഷ്യനെ പടച്ചത്. അപ്പോൾ ഒരാൾ അള്ളാഹുവിന്റെ സന്മാർഗം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തില്ല. അവരാണ് നേരത്തെ പറഞ്ഞ കുഫർ വ്യക്തമായി എന്ന് പറഞ്ഞത്. അപ്പോൾ മറ്റേ സമൂഹം ത്വാഇഫത്തുൻ, വേറെ ഒരു വിഭാഗം അത് ഏറ്റെടുത്തു. ആ ഏറ്റെടുത്ത ആൾക്കാരെ അള്ളാഹു അവന്റെ സഹായികൾ എന്ന സ്ഥാനം നൽകി ആദരിക്കുകയാണ്. അത് അള്ളാഹുവിന് സഹായം ആവശ്യമുള്ളത് കൊണ്ടല്ല. അതുകൊണ്ടാണ് ഈസാ നബി വീണ്ടും വീണ്ടും പറയുന്നത് ബിഇദിനില്ല, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം, അള്ളാഹുവിന്റെ സമ്മതപ്രകാരം, എന്റെ കഴിവല്ലട്ടോ എന്ന് പറയുന്നു. അതുകൊണ്ടാണ് സ്വർഗവാസികൾ പറയുക അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഞങ്ങൾക്ക് ഈ സ്വർഗത്തിലെത്താനും ഈ സന്മാർഗം സ്വീകരിക്കാനും കഴിഞ്ഞത് അള്ളാഹു ഞങ്ങൾക്ക് സന്മാർഗം തന്നത് കൊണ്ടാണ്. അള്ളാഹു അത് ഞങ്ങൾക്ക് തന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ പദവിയിലെത്താൻ കഴിയുമായിരുന്നില്ല എന്ന് പറഞ്ഞു. ഖുർആനിൽ തന്നെ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, ഇൻ തൻസുറുല്ലാഹ് യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമുക്കും. നിങ്ങൾ അള്ളാഹുവിന്റെ സഹായികളായാൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കും. അവൻ നിങ്ങളുടെ കാലുകളെ ഉറപ്പിച്ചു നിർത്തും സത്യത്തിന്റെ മാർഗത്തിൽ. അപ്പൊ അള്ളാഹുവിന്റെ സഹായികളാവുക എന്ന് പറഞ്ഞാൽ സഹായം ആവശ്യമുള്ള ഏതോ ഒരു ദുർബലാവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കുന്നത് പോലെയല്ല. അള്ളാഹു സ്വയം ഇന്ന അലൈനാൽ ഹുദാ, സന്മാർഗം എന്റെ ബാധ്യതയാണ് എന്ന് സ്വയം ഏറ്റെടുത്ത കാര്യം നിർവഹിക്കാൻ അള്ളാഹു നമ്മളെ ചുമതലപ്പെടുത്തി. ആ ചുമതലപ്പെടുത്തിയ കാര്യം തിരിച്ചറിഞ്ഞ് എന്ത് റിസ്ക് എടുത്തും ത്യാഗം സഹിച്ചും അത് നടപ്പിലാക്കാൻ ഒരാൾ തുനിഞ്ഞിറങ്ങിയാൽ, ആ തുനിഞ്ഞിറങ്ങിയ ആണിനെയും പെണ്ണിനെയും
അള്ളാഹു നൽകി ആദരിക്കുന്ന പദവിയാണ് അൻസാറുല്ലാഹ് എന്ന പദവി. അപ്പോഴേ ക്ലിയർ ആവാൻ പാടില്ലല്ലോ, കാരണം അപ്പോഴല്ലേ ക്ലാസ് കഴിയുന്നുള്ളൂ. ക്ലാസ് കഴിയാൻ നേരത്തല്ലേ ക്ലിയർ ആവാൻ പാടുള്ളൂ. അപ്പൊ 9:25 ഇത് ക്ലിയർ ആയത് അല്ലേ? ആ, ഓക്കെ. ഇനി എന്തോ ബാക്കിയുണ്ടോ? മാഷ് പറയണത് ആ വാക്കിന് സഹായം എന്ന നമ്മളുടെ മനസ്സിൽ കയറി കൂടിയ പദമല്ലാത്ത ഒരു പദം കിട്ടിയാൽ കുറച്ചുകൂടി കൃത്യമായി മനസ്സിലാകുമായിരുന്നു എന്നത് ശരി തന്നെയാണ്. ഓക്കെ, അത് നമ്മളുടെ ഒരു നമ്മളുടെ കണ്ടമാൻ അല്ല, മലയാളത്തിൽ വേറെ അർത്ഥമില്ല. മലയാളത്തിൽ ഈ അർത്ഥമേ ഉള്ളൂ. കണ്ടമാന അക്ഷരം ഉണ്ടെങ്കിലും മലയാളത്തിന് അങ്ങനെ ചില പരിമിതികളുണ്ട്. പലതും നമുക്ക് മനസ്സിലാവാത്തതും ഈ മലയാളത്തിന്റെ പരിമിതി കൊണ്ടാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമുക്ക് അള്ളാഹ് എന്നുള്ളത് തന്നെ ശരിക്കും മനസ്സിലായില്ല. കാരണം അള്ളാഹ് എന്നുള്ളതിനെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെ മലയാളത്തിലുള്ള ദൈവം ആയിക്കൊണ്ടാണ്. അപ്പൊ തന്നെ നമുക്ക് അള്ളാഹിനെ മനസ്സിലാവും. വേറെ വാക്കില്ല, വേറെ വാക്കില്ല. വേറെ ഒരു ഭാഷയിലും ഇല്ല. വിവർത്തനം അസാധ്യമായ ഒരു പദമാണ് ഇസ്മുല്ലാഹിൽ ആലം, അള്ളാഹുവിന്റെ മഹത്തായ പദം. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിച്ചിട്ട് നിർത്താം. അതായത് അപ്പോ ഇതില് ഇനി നമുക്ക് കൺഫ്യൂഷൻ വേണ്ടാന്ന് തീരുമാനിക്കുക. ഒന്ന്, ഈ 2 ആയത്ത് ഖുർആനിലെ ഒരായത്തിനെ വേറെ ഒരു ആയത്ത് വിശദീകരിക്കും. തഫ്സീറുകളിൽ ഒന്നാമത്തെ തഫ്സീർ ഖുർആൻ തന്നെയാണ്. ഖുർആന്റെ തഫ്സീർ ഏതാണ്? ഏറ്റവും ഒന്നാമത്തെ തഫ്സീർ ഖുർആൻ തന്നെയാണ്. അപ്പൊ ഈ ആയത്തിനെ യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്ത് സഫിലേക്ക് ചേർത്ത് വെച്ചാൽ നമുക്ക് മനസ്സിലായി വേഗം, കൂനു അൻസാറുള്ള. എന്നിട്ട് അള്ളാഹ് തന്നെ ഇതിനെ ഉദ്ധരിച്ചിട്ട് പറയാണ്, കമാ ഖാല ഈസ ഇബ്നു മറിയമ ലിൽ ഹവാരിയീന മൻ അൻസാരി ഇലല്ലാഹ്. ആ അൻസാരി ഇലല്ലാഹ് ഇവിടെ പറയാണ്. എവിടെ? ആൽ ഇംറാനിലെ നേർക്ക് നേരെ പറയാണ്. അങ്ങനെ അവരിൽ സത്യനിഷേധം പ്രകടമായപ്പോൾ മൻ അൻസാരി ഇലല്ലാഹ് ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങളിതാ അള്ളാഹുവിന്റെ സഹായികളാണ് എന്ന് പറയുന്നു. അള്ളാഹുവിന്റെ സഹായികൾ അവരെങ്ങനെയാണ്? ഈസാ നബി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ സഹായിക്കലാണ്. ഇപ്പൊ ഈസാ നബി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ സഹായിക്കുന്ന ഒരാളെയാണ് അള്ളാഹുവിന്റെ സഹായി എന്ന് പറയുക. ഇത് പുരാതന കാലത്ത് കഴിഞ്ഞു പോയ ഒരു കഥ നിങ്ങളോട് പറയല്ല. നിങ്ങളോ അള്ളാഹുവിന്റെ സഹായി ആകണം എന്നാണ് സൂറത്തു സഫിൽ പറയുന്നത്, കൂനു അൻസാറല്ലാഹ്. ഇത് പണ്ട് ഹവാരികളോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളും എന്ത് ചെയ്യണം? അള്ളാഹിന്റെ സഹായികളാകണം. അള്ളാഹിന്റെ സഹായികളാവൽ എങ്ങനെയാണ്? മുഹമ്മദ് നബിനെ അനുസരിച്ചുകൊണ്ടാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിനെ ദുനിയാവിൽ സ്ഥാപിക്കാനും നിലനിർത്താനും വേണ്ടി കഠിനാധ്വാനം ചെയ്തപ്പോൾ ആ കഠിനാധ്വാനത്തിൽ നബിയുടെ കൂടെ ചേർന്ന് സഹായികളായി ചേർന്ന ആളുകളാണ് അൻസാറുല്ലാഹ് എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നബിയുടെ വഫാത്തിന്റെ ശേഷവും ആ ദൗത്യ നിർവഹണം എന്നതിനെ മുഖ്യമായ പണിയായി ഏറ്റെടുത്ത് ആ പണി വിജയിപ്പിക്കാൻ വേണ്ടി ആരുണ്ട്? അപ്പൊ അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, മൻ അൻസാരി ഇലല്ലാഹ്, അള്ളാഹുവിനെ സഹായിക്കാൻ ആരുണ്ടോ നിങ്ങളെ കൂട്ടത്തിൽ? നിങ്ങളുടെ അധ്വാനവും പരിശ്രമങ്ങളും ഒക്കെ ആരെ സഹായിക്കാനാണ്? ആരെ ശക്തിപ്പെടുത്താനാണ്? ആരുടെ കൂടെ നിൽക്കാനാണ്? ആരുടെ ഉന്നതിക്കാണ്? ഹിയൽ ഉൽയ, അള്ളാഹുവിന്റെ നാമത്തെ ഉയർത്തിപ്പിടിക്കാനാണോ നിങ്ങൾ പണിയെടുക്കുന്നത്, നിങ്ങൾ പൈസ ചെലവാക്കുന്നത്, നിങ്ങൾ അധ്വാനിക്കുന്നത്, നിങ്ങൾ ത്യാഗം സഹിക്കുന്നത്? അങ്ങനെയാണെങ്കിലേ എന്താവുള്ളൂ? മൊമൽക്ക ചോദിച്ച ചോദ്യം അവിടെ. ആമന്ന, ഈ സഹായം പ്രഖ്യാപിച്ചിട്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ എന്താണ്? വിശ്വസിച്ചിരിക്കും. ഇത് ഖുർആനിൽ വേറെ സ്ഥലത്ത് പറയുന്നതാണ്. തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നമ്മള് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അള്ളാഹുവിൽ വിശ്വസിക്കുക. നമ്മൾ ആദ്യത്തെ രണ്ടെണ്ണം കട്ട് ചെയ്തിട്ട്
തുടങ്ങണ തന്നെ എവിടുന്നാണ്? അള്ളാഹു വിശ്വസിക്കാൻ പറഞ്ഞു. ഏതുപോലെ നമ്മൾ ഇസ്ലാം കാര്യം തുടങ്ങണ തന്നെ ഷഹാദത്ത് എന്ന് പറയുന്ന കർമ്മം വിട്ടിട്ട് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇങ്ങനെ ഷഹാദത്ത് വിട്ടു. ഷഹാദത്ത് ചൊല്ലുന്നതിൽ പരിമിതപ്പെടുത്തി ചെയ്യുന്ന ഷഹാദത്ത് എന്താന്ന് നമുക്ക് അറിഞ്ഞു തന്നെ പോകാം. എന്നിട്ട് ചെയ്യുന്നത് നിസ്കാരത്തിൽ തുടങ്ങുകയും ചെയ്തു എന്നതുപോലെയുള്ള ഒരു അബദ്ധമാണ്. എന്നിട്ട് റസൂലിനോട് അങ്ങോട്ട് പറയാണ്, വസ്ഫദ്, താങ്കൾ സാക്ഷ്യം വഹിക്കണേ. എന്ത്? ബിഅന്നാ മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളാണ്. നിങ്ങൾക്ക് ഖുറാനിൽ വേറെ സ്ഥലത്ത് കാണാൻ പറ്റും, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബിയോട് അള്ളാഹ് പറഞ്ഞു, നീ മുസ്ലിം ആവുക. അപ്പൊ ഇബ്രാഹിം നബി വന്നു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ ലോകരക്ഷിതാവിന് മുസ്ലിം ആയിരിക്കുന്നു. എപ്പോ? അതിന്റെ മുമ്പ് കുറെ കഥ കഴിഞ്ഞു പോകുന്നുണ്ട്. ആ കഥയൊക്കെ പൂർത്തീകരിക്കണവന്റെ പേരാണ് മുസ്ലിം. സൂറത്തുൽ ഹജ്ജിന്റെ അവസാന ആയത്തിൽ പറയുന്നു, ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു ഫീ ഹാദാ, ഈ ഖുർആനിലും ഇതിനു മുമ്പുള്ളതിലും ഒക്കെ നിങ്ങളുടെ പേര് മുസ്ലിം എന്നാണ്. അത് അള്ളാഹ് നൽകിയ പേരാണ്. ഹുവ സമ്മാക്കും, അള്ളാഹ് തന്ന പേരാണ്. എന്തിനാണത്? ലിയകൂന റസൂൽ ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്, റസൂൽ എങ്ങനെയാണോ നിങ്ങളുടെ മുമ്പാകെ പ്രവർത്തിച്ചു കാണിച്ചത് അതേപോലെ പ്രവർത്തിച്ചു കാണിക്കാനാണ്. എന്തിനാണ് റസൂൽ വന്നത്? ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, എല്ലാ ജീവിത വ്യവസ്ഥകളെക്കാളും മേലെ അള്ളാഹുവിന്റെ ജീവിത വ്യവസ്ഥയെ ആക്കാനാണ് റസൂല് വന്നത്. ആ റസൂല് അതിനുവേണ്ടി എടുത്ത പണികൾ അതേപോലെ ഏറ്റെടുത്ത് നിങ്ങൾ നിർവഹിക്കുമ്പോഴാണ് നിങ്ങളുടെ പേര് മുസ്ലിം എന്നാവുക. അപ്പോഴാണ് നിങ്ങൾ അൻസ്വാരികളാവുക. അപ്പോഴാണ് ഈസാ നബിയോട് ഹവാരികൾ പറഞ്ഞതുപോലെ, ഞങ്ങൾ ഇതാ അള്ളാഹുവിന്റെ സഹായികളായിരിക്കുന്നു, ഞങ്ങളുടെ കാര്യത്തിൽ നീ സാക്ഷ്യം വഹിക്കണേ എന്ന് റസൂലിനോട് പറഞ്ഞു. അത് അടുത്ത ആയത്തിൽ ഇൻഷാ അല്ലാഹ് പറയാം. 53-ാമത്തെ ആയത്തിൽ ഉണ്ട് കുറച്ച് കാര്യം, 54-ലും ഉണ്ട് കുറച്ച് കാര്യം. 53-ന്റെ കൂടെ 54-ഉം കൂടി പറഞ്ഞാൽ ബഹുവിശേഷായി. അള്ളാഹു അതൊക്കെ പറയാനും കേൾക്കാനും കേട്ടതും പറഞ്ഞും വെറുതെ ആയി പോവാണ്ടിരിക്കാൻ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.